ഇത്തരത്തിലുള്ള ആധുനിക യന്ത്രങ്ങൾ ഇവിടെ എത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. MLA ആണ് ഇപ്പോൾ നമ്മോട് ഇത് പ്രതികരിച്ചത്. ഏതായാലും ഇവിടെ ഇത്തരം വിശ്വാസത്തിന്റെ ഭാഗമായുള്ള ചെറിയ ചടങ്ങുകളൊക്കെ നടന്നു. ഇപ്പോൾ SK ഈ വാഹനം ബൂം വാഹനം ഇപ്പോൾ ആ ദുരന്ത ഭൂമിയിലേക്ക് പോവുകയാണ് വലിയ പ്രതീക്ഷയുമായി. യെസ്, ഏതാണ്ട് 3 കിലോമീറ്റർ ഇപ്പുറത്താണ് ഇപ്പോൾ ഈ വാഹനമുള്ളത് എന്നാണ് ബൈജു അവിടെ നിന്ന് പറഞ്ഞത്. അവിടെ ഒരു ചെറിയ ചടങ്ങ്, വിശ്വാസികളുടേതായ ചടങ്ങ് നടക്കുന്നു. അതിനുശേഷം ഇപ്പോഴിതാ വാഹനം ആ പ്രദേശത്തേക്ക് പുറപ്പെടുകയാണ്. വലിയ ആത്മവിശ്വാസം പുലർത്തുന്നുണ്ട് അവിടെയുള്ളവർ. ഈ വാഹനത്തിന് എങ്കിലും കണ്ടെത്താനാകും അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറി കണ്ടെത്താനാകും എന്ന പ്രതീക്ഷ പുലർത്തുന്നു എന്നാണ് ബൈജു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വാഹനം ഈ ദുരന്ത സ്ഥലത്തേക്ക് പുറപ്പെടുന്നു. പുഴയിലടക്കം ഏതാണ്ട് 60 അടി താഴ്ചയിൽ 60 മുതൽ വാഹനം പുറപ്പെടുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ദുരന്ത സ്ഥലത്തേക്ക് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് വാഹനം എത്തും. ബൈജു, തീർച്ചയായും പ്രേക്ഷകരുമായി പങ്കുവച്ചത് ബൈജു അവിടെ നിന്ന് നൽകുന്നത് പോലെ അല്പസമയത്തിനകം തന്നെ എത്തും. അതിനിടെ സേവ് അർജുൻ മുദ്രാവാക്യം ഉയർത്തി കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് ലോറി ഉടമകളുടെയും ഡ്രൈവർമാരുടെയും മാർച്ച്. മനുഷ്യാവകാശ പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിനേഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനേഷ്, നേരത്തെയും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കൃത്യമായ സമയത്ത് ഇടപെടൽ ഉണ്ടായില്ല, സാങ്കേതിക സംവിധാനങ്ങളടക്കം കാര്യക്ഷമമായി പ്രവർത്തിപ്പിച്ചില്ല, കൃത്യമായ സമയത്ത് രക്ഷാപ്രവർത്തനം നടന്നിരുന്നുവെങ്കിൽ അർജുനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു എന്നൊക്കെ പ്രതീക്ഷ പുലർത്തിയവർ ഉണ്ട്. എന്താണിപ്പോൾ ഈ പ്രതിഷേധക്കാരുടെ മുദ്രാവാക്യം? എന്താണ് അവർ ഉന്നയിക്കുന്ന ആരോപണം? അഭിലാഷ്, അല്പസമയം മുമ്പാണ് ലോറി ഉടമകളും അതുപോലെ തന്നെ ഡ്രൈവർമാരും മനുഷ്യാവകാശ സംഘടനകളും ചേർന്ന് സംയുക്തമായി ഇവിടെ നിന്ന് എരഞ്ഞിപ്പാലത്ത് നിന്ന് സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് ആരംഭിച്ചത്. ഇപ്പോൾ സിവിൽ സ്റ്റേഷനിൽ മാർച്ച് എത്തിയിരിക്കുന്നു. ഇവിടെ മാർച്ച് മനുഷ്യാവകാശ പ്രവർത്തകനായ നൌഷാദ് തെക്കയിലാണ് ഇതിന്റെ അധ്യക്ഷത വഹിച്ചത്. എന്തായാലും ഇപ്പോഴും മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അർജുന്റെ ജീവൻ രക്ഷിക്കുക, സേവ് അർജുൻ തുടങ്ങിയ പ്ലാക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ലോറി ഉടമകൾ, കാരണം തങ്ങൾ ലോറിയുമായി പല വഴിക്ക് പോകുന്നതാണ്, അങ്ങനെ നഷ്ടപ്പെടുന്നവരുടെ ജീവന് കൂടി വിലയുണ്ട്. ആ വില എന്തായാലും കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തുടരുക.